തൃശ്ശൂർ നഗരത്തെയും കേരളത്തെയും നടുക്കിക്കൊണ്ട് ഇന്നലെ ഒരു കൊലപാതകം നടന്നു. 14ഉം 16ഉം വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ ചേർന്ന് ഒരു യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ലഹരി ഉപയോഗിക്കുന്നത്, അതായത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഇവർ ആ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ലഹരി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുലഭമായി റേഷൻ കടയിൽ പോലും വാങ്ങാൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്രയധികം മയക്കുമരുന്നുകൾ സുലഭമായി കിട്ടിത്തുടങ്ങിയത്. ഭരണകക്ഷിയുടെ പഴയ ഒരു പ്രമുഖ നേതാവിൻ്റെ മകൻ ഇതിൻ്റെ തലപ്പത്ത്, ഈ ലോബിയുടെ തലപ്പത്ത് വന്നതിൽ പിന്നെ എവിടെയും ആർക്കും മയക്കുമരുന്ന് വിൽക്കാമെന്നുള്ള ഒരു അവസ്ഥയായി. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം വരും അവരെ വിട്ടയക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ആ ഒരു